നമസ്കാരം. ഇത് പുതിയ ലക്കം മാധ്യമം ആഴ്ചപ്പതിപ്പാണ്. തേവര SH കോളേജിലെ ജേർണലിസം വകുപ്പ് മേധാവിയായ ബെൽബിൻ പി ബേബി തയ്യാറാക്കിയ മാധ്യമ സംവാദം ഇതിൽ വായിക്കാം. വാർത്തകൾ ഇങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഇതിലെ പരാമർശ വിഷയം. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മീഡിയ അക്കാദമി കോഴ്സ് ഡയറക്ടറുമായ CL തോമസ്, മാധ്യമ നിരീക്ഷകനും രാഷ്ട്രീയ ചിന്തകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ മാധ്യമ വിഭാഗം മേധാവിയായ ഡോക്ടർ SR സഞ്ജീവ്, 24 ന്യൂസിലെ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററായ KR ഗോപികൃഷ്ണൻ എന്നിവരാണ് മാധ്യമ ലോകത്തെ നടപ്പ് ശീലങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത്. കൂടുതൽ സ്വയം മെച്ചപ്പെടുത്താൻ മാധ്യമ പ്രവർത്തകരും വായനക്കാരും പ്രേക്ഷകരുമൊക്കെ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു സംവാദമാണിത്. പത്രപ്രവർത്തനത്തെക്കാൾ ദൃശ്യമാധ്യമ പരിസരവും അവതാരക പരിവേഷങ്ങളുമാണ് ഈ സംവാദത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നത്. വാർത്താ സന്ദർഭവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത സ്വന്തം അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത പക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് വ്യവസ്ഥാപിതമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പരിധിയിലും വരുന്നതല്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യം കൗതുകകരമാണ്. അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: ജനങ്ങളെ വിവരങ്ങൾ സത്യസന്ധമായി അറിയിക്കുക എന്ന തൊഴിലിനോട് ഇന്നത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഒരു പ്രതിബദ്ധതയുമില്ല എന്നതു തന്നെ. ഇങ്ങനെ CL തോമസ് തുടക്കത്തിൽ തന്നെ സംവാദത്തിൻ്റെ ദിശ നിർണയിക്കുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആകട്ടെ കുറച്ചുകൂടി വ്യക്തമായി മാധ്യമ രാഷ്ട്രീയം തുറന്ന് സംസാരിക്കുന്നു. വാർത്താ ചാനലുകളിലെ ഓരോ ആളെയും സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അയാൾ എങ്ങനെയാണ് ഓരോ വാർത്തയും കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ പ്രകടമായ പക്ഷം പിടിക്കൽ ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ട്. നമ്മുടെ ദൃശ്യ മാധ്യമ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന് പോലും പ്രേക്ഷകർക്ക് ധാരണയുണ്ട്. ഇത്തരം മാധ്യമ പ്രവർത്തകരിൽ നിന്ന് നിഷ്പക്ഷമായ വാർത്തകൾ പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. പത്രാധിപന്മാരും കാര്യശേഷിയുള്ള പത്രപ്രവർത്തകരും ഇല്ലാതാകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്താ ശോഷണം ചാനൽ മുറികളിൽ പ്രകടമാണ് എന്ന സത്യത്തിന് ഡോക്ടർ സഞ്ജീവ് അടിവരയിടുന്നു. നിരവധി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ ആശയവിനിമയ സംഘർഷത്തിലൂടെ ഉരുവപ്പെടുന്ന ചട്ടക്കൂടിനുള്ളിൽ മാത്രം രൂപപ്പെട്ടിരുന്ന വാർത്ത മാധ്യമപ്രവർത്തകരുടെ വൈയക്തിക വീക്ഷണത്തിലേക്ക് ചുരുങ്ങിയപ്പോഴുണ്ടായ സ്വാഭാവികമായ തകർച്ചയാണ് നാം ഇന്ന് കാണുന്നത്. വാർത്താ അവതാരകർ അറ്റൻഷൻ ഇക്കോണമിയുടെ ബലിമൃഗങ്ങളാകുന്ന അപായ സൂചന കൂടുതൽ ഉച്ചത്തിലും ആഴത്തിലും മുഴങ്ങുന്നതിലേക്കും സഞ്ജീവ് വിരൽ ചൂണ്ടുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെയും വിഷയവിദഗ്ധരുടെയും ചർച്ചകൾ നടക്കാറുണ്ട്. ഇതിൽ ഉന്നയിക്കപ്പെടുന്ന വ്യക്തിപരമായ അഭിപ്രായം യഥാർത്ഥത്തിൽ വാർത്തയല്ല, അവ അഭിപ്രായങ്ങൾ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം അഭിപ്രായങ്ങളെ വാർത്തകളായി അവതരിപ്പിക്കുന്ന രീതി വ്യാപകമായിട്ടുണ്ട്. വസ്തുതകൾ മുഴുവൻ കയ്യിലെത്തും മുമ്പ് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന വാർത്താ അവതാരകർ യഥാർത്ഥത്തിൽ അറ്റൻഷൻ ഇക്കോണമിയുടെ ബലിമൃഗങ്ങളാണ്. ഇവർ ജനാധിപത്യത്തോട് അക്ഷന്തവ്യമായ അപരാധമാണ് ചെയ്യുന്നത്. വാർത്താമുറിയിൽ സജീവ സാന്നിധ്യമായ KR ഗോപികൃഷ്ണനാകട്ടെ അവതാരകൻ എന്ന നിലയിലുള്ള ഇന്നിൻ്റെ ചില പരിമിതികൾ കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. വിവരങ്ങൾ പറയേണ്ടിടത്ത് വ്യാഖ്യാതാക്കളായി മാറേണ്ട അവസ്ഥയിലാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ. അങ്ങനെ വാർത്തയിൽ അവരുടെ ഇടം നിഷ്പക്ഷ നിരീക്ഷകൻ്റേത് അല്ലാതായിരിക്കുന്നു. വിമർശിക്കപ്പെടുമ്പോഴും ഒരു വിഭാഗത്തിൻ്റെ വിവരവിഭവ വിളമ്പുകാർ തങ്ങളാണ് എന്ന ബോധ്യത്തിൽ കൂടിയാണ് വാർത്തയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികളായി മാധ്യമപ്രവർത്തകർക്ക് മാറേണ്ടി വരുന്നത്. ഇനിയും ഏറെ നന്നാവാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് സമകാലിക ദൃശ്യമാധ്യമങ്ങളുടെ ഈ പോക്ക്. എന്നാൽ അതിന് അവർ മാത്രമാണ് കുറ്റക്കാർ എന്ന അഭിപ്രായം എനിക്കില്ല. ഇന്നത്തെ ദൃശ്യമാധ്യമശീലങ്ങൾ വാർത്തയിൽ നിന്ന് അവതാരകരിലേക്കും അവരുടെ അവതരണ രാഷ്ട്രീയത്തിലേക്കും ചുരുക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തരമൊരു സംവാദം ഇവിടെ അവസാനിക്കേണ്ട ഒന്നല്ല. ഇതിന്
ജനകീയ തുടർച്ചകളും മാധ്യമ മേഖലയിൽ നിന്നുള്ള വിലയിരുത്തലുകളും തിരുത്തലുകളും അത്യാവശ്യമാണ്.